നമസ്കാരം. കുറച്ച് കാലങ്ങളായി നമ്മുടെ നാട്ടിൽ കേട്ടുവന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ വെറുത്തുപോയ രണ്ട് വിശേഷണങ്ങളാണ്. ഒന്ന് അമ്മയുടെ പങ്കാളി, രണ്ട് ആൺ സുഹൃത്ത് അല്ലെങ്കിൽ പെൺ സുഹൃത്ത്. തികച്ചും മനസ്സിനെ മരവിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കൊലപാതക വാർത്ത നമ്മൾ ഇന്നലെ അറിഞ്ഞു. തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് എന്ന സ്ഥലത്ത് 1.5 വയസ്സുകാരനായ ഒരു പിഞ്ചു കുഞ്ഞിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ വാർത്ത. കൊലപ്പെടുത്തിയത് അമ്മയുടെ പങ്കാളിയാണ്. രണ്ടാനച്ഛൻ എന്ന് പോലും വിശേഷിപ്പിക്കാൻ കഴിയാത്ത തരത്തിലാണ് ഇവരുടെ ബന്ധമുള്ളത്. അതായത് ഒരുപക്ഷെ നിയമപരമായി ഇവർ വിവാഹിതരായിരിക്കില്ല. അതുകൊണ്ടാണ് അമ്മയുടെ പങ്കാളി എന്ന മാധ്യമങ്ങളിലൊക്കെ ഇവരെ വിശേഷിപ്പിച്ചത്. എന്താണെങ്കിലും ആ കുഞ്ഞ് ഇവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിന്, ഏത് ജീവിതത്തിനാണ്, തീർച്ചയായും ഇവരുടെ ലൈംഗിക ജീവിതം തന്നെയായിരിക്കും അതിൽ പ്രധാനപ്പെട്ടത്. ആ ഒരു ജീവിതത്തിന് തടസ്സമാകുന്നു എന്ന് കാണുന്നത് കൊണ്ടാണ് ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ ഇവർ ഇല്ലാതാക്കാൻ മുതിരുന്നത്. ബാലരാമപുരത്ത് ഒരു കുഞ്ഞിനെ കിണറ്റിലിട്ട് കൊന്ന വാർത്ത നമ്മളെല്ലാവരും ഞെട്ടലോടെ കേട്ടതാണ്. അതിൽ നിന്ന് ഇതുവരെ നമ്മൾ മോചിതരായിട്ടില്ല. ആ ബന്ധമാണെങ്കിൽ നമുക്ക് ചെവി പൊത്താൻ തോന്നുന്ന തരത്തിലുള്ള ഒരു ബന്ധമായിരുന്നു. സഹോദരനും സ്വന്തം സഹോദരിയുമായുള്ള ബന്ധം, കാമം, അതിന് ആ കുഞ്ഞൊരു തടസ്സമാകുമെന്ന് കരുതിയായിരുന്നു. അതും 1 വയസ്സോ 1.5 വയസ്സോ മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞായിരുന്നു. അതിനെയും കൊലപ്പെടുത്തിയത്. ഇങ്ങനെ ഉറുമ്പിനെ ചവിട്ടി അരയ്ക്കുന്നത് പോലെ കൊല ചെയ്യപ്പെടേണ്ടതാണോ നമ്മുടെ കുഞ്ഞു മക്കൾ? ഇവർക്കൊക്കെ ഇവരുടെ കാമഭ്രാന്ത് സഹിക്കാൻ വയ്യാത്ത രീതിയിലാണ് ഇരിക്കുന്നതെങ്കിൽ ഒന്നെങ്കിൽ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാതിരിക്കുക എന്നൊരു മുൻകരുതൽ എടുക്കണം. കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചാൽ അവരെ വളർത്താനുള്ളതാണ്. ഒരു പ്രായം വരെ നമ്മൾ അവരുടെ കാര്യങ്ങളെല്ലാം നോക്കി അവരെ വളർത്തണം, അവരെ മുന്നോട്ട് നയിക്കണം. അതിനുശേഷം അവർ സ്വന്തമായിട്ട് ജോലി ചെയ്താണെങ്കിലും ജീവിച്ചോളും, നിങ്ങളെ ശല്യപ്പെടുത്താതെ. അല്ലാതെ നമുക്കൊരു തടസ്സമായി തോന്നുന്നു എന്ന് കരുതി കുഞ്ഞുങ്ങളെ കൊല ചെയ്യാൻ നിന്നാൽ എന്താണ് ആ ഒരു അവസ്ഥ? ഇവരുടെയൊക്കെ മാനസികാവസ്ഥ എന്തായിരിക്കും? ആ കുഞ്ഞിനെ സംബന്ധിച്ച് അതിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഫോട്ടോ പോലും പുറത്തു വന്നിട്ടില്ല. വന്നതെല്ലാം കൈ രണ്ടും ഒടിഞ്ഞിരിക്കുന്ന തരത്തിലുള്ള ഫോട്ടോകളാണ്. 2 കൈയും തല്ലി ഒടിച്ചതാണെന്നാണ് ഈ കുഞ്ഞിൻ്റെ അമ്മയുടെ ബന്ധുക്കൾ പറയുന്നത്. കുഞ്ഞിൻ്റെ അമ്മയുടെ അമ്മ പറയുന്നത് പ്രകാരം ഇവരെ 2 പേരെയും വെറുതെ വിടരുത് എന്നാണ് പറയുന്നത്. അതായത് കുഞ്ഞിൻ്റെ അമ്മയെയും ഈ അമ്മയുടെ പങ്കാളിയായ അഷ്കർ എന്ന യുവാവിനെയും. അമ്മയുടെ പേര് അഖില എന്നാണ്, കുട്ടിയുടെ പേര് അക്ഷത എന്നാണ്. അതായത് ഇന്നും ഇന്നലെയോ തുടങ്ങിയ ക്രൂരതയല്ല. കാലങ്ങളായിട്ട് ആ കുഞ്ഞ് ജനിച്ചത് മുതൽ ഒരുപക്ഷെ അതിനെ ഉപദ്രവിച്ച് വരികയായിരിക്കാം. മാസങ്ങളായിട്ടുള്ള പീഡനത്തിൻ്റെ മുറിവുകളാണ് അതിൻ്റെ ശരീരത്തുള്ളത്. ജനനേന്ദ്രിയത്തിൽ, കാലിൻ്റെ പാദത്തിനടിയിൽ, വിരലുകൾക്കിടയിൽ, എല്ലായിടത്തും ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഇനി മുറിവുണ്ടാകാൻ ഇടമില്ലായിരുന്നു എന്നാണ് ആ മൃതദേഹം കണ്ട ആളുകളെല്ലാം, അവരുടെ വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകൾ വിതുമ്പലോടുകൂടി പറഞ്ഞത്. എന്തൊരവസ്ഥയായിരിക്കും, എന്തൊരു നരകയാതനയായിരിക്കും അനുഭവിച്ചത്. ഇതൊന്നും പുറം ലോകം അറിഞ്ഞില്ലല്ലോ എന്നാണ്. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ അമ്മയുടെ പങ്കാളിയാണ് പ്രതിയെന്ന് പറഞ്ഞാലും കുഞ്ഞിൻ്റെ അമ്മയെയും ഇതിൽ പ്രതി ചേർക്കാതെ യാതൊരു നിവൃത്തിയുമില്ല. 2 പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന ശുഭവാർത്ത കേൾക്കുന്നു. അറസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, ഒരു കാലത്തും ഒരു മനുഷ്യരും ഇതൊന്നും ചെയ്യാത്ത വിധം, അനുകരിക്കാത്ത വിധത്തിലുള്ള ശിക്ഷ, ആ ശിക്ഷ ഒരു മാതൃകയായിരിക്കണം. ഇനിയെങ്കിലുമുള്ള ആളുകൾക്ക്, കുഞ്ഞുങ്ങളെ സുഖം തീർക്കാൻ വേണ്ടി ജനിപ്പിക്കുന്ന മൃഗങ്ങൾക്ക് ഇതൊരു മാതൃകയായിരിക്കണം ഇവർക്ക് കൊടുക്കുന്ന ശിക്ഷ. ഒരുപാട് സംഭവങ്ങൾ നമ്മളിങ്ങനെ കേട്ടുപോയി. ഒരുപാട് സംഭവങ്ങൾ, കുഞ്ഞിനെ കടലിൽ വലിച്ചെറിഞ്ഞ്, അതും കടലിൻ്റെ ആ കരയിലുള്ള കല്ലിൽ തലയടിച്ചാണ് ആ കുഞ്ഞ് മരിക്കുന്നത്. ആ വീഴുന്ന വീഴ്ചയിലും കൂടെ അമ്മയെന്നായിരിക്കുമല്ലോ ആ കുഞ്ഞ് കരഞ്ഞിട്ടുണ്ടാകുക. കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാതിരിക്കുക ഇങ്ങനെയുള്ളവർ. ഒരു കുഞ്ഞിന് വേണ്ടി വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് ദമ്പതികളുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം. കേരളം അല്ലെങ്കിൽ പോട്ടെ, ഈ ലോകത്ത് എത്രത്തോളം ആളുകളുണ്ട് ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്നത് കിട്ടാതെ. അവരുടെയൊക്കെയും ഇപ്പോൾ നിലവിൽ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന ആളുകൾക്കുമൊക്കെ മുന്നിൽ വലിയ ഒരു ഉൽക്ക പതിക്കുന്നത് പോലെയാണ് നമ്മുടെയൊക്കെ നെഞ്ചിൽ. അത്രത്തോളം ഒരു ഭാരം അനുഭവപ്പെടുകയാണ്, വേദന അനുഭവപ്പെടുകയാണ് ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ, ആ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ. വായ തുറന്ന് ഒന്ന് സംസാരിക്കാൻ പോലും കൃത്യമായിട്ട് അറിയാത്ത പ്രായത്തിൽ, അതിനെന്താണ് സംഭവിക്കുന്നതെന്ന് ആരോടെങ്കിലും പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റാത്ത പ്രായത്തിൽ അതിനോട് ഈ ക്രൂരത ചെയ്തവന് അങ്ങേ അറ്റത്തെ ശിക്ഷ ഇഹലോകത്തും പരലോകത്തും കിട്ടണമെന്ന് ആഗ്രഹിക്കുകയാണ്, അതിന് പ്രാർത്ഥിക്കുകയാണ്. കാമം എന്നുള്ള ഒരു സംഗതി ഉണ്ടല്ലോ, അതിൻ്റെ പേരിൽ ഒരുപാട് പേർ ജീവിതം തുലയ്ക്കുന്നുണ്ട്. അത് നൈമിഷികമായിട്ടുള്ള ഒരു സുഖമാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം അന്ധരാകുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവരെ മനുഷ്യരെന്ന് വിളിക്കാൻ പറ്റുമോ എന്നറിയില്ല. പക്ഷേ സ്വന്തം ചോരയിൽ പിറന്ന സ്വന്തം കുഞ്ഞുങ്ങളോട് ക്രൂരത കാണിച്ചിട്ട് എന്ത് സുഖം നേടാനാണ്? അതില്ലാതാക്കിയിട്ട് എന്ത് സുഖം നിങ്ങൾക്ക് കിട്ടിയിട്ട് എന്താണ്? പിശാചുക്കളെന്നേ ഇവരെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുകയുള്ളൂ. യഥാർത്ഥ പിശാചുക്കൾ ഇവർ തന്നെയാണ്. ഈ അമ്മ എന്തിൻ്റെ
പേരിലാണെങ്കിലും ഇനി ഭയപ്പെട്ടിട്ടാണെങ്കിലും എന്താണെങ്കിലും ഈ പങ്കാളിയുടെ ക്രൂരതകൾ മറച്ചു വെച്ചിരുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം അവൾ അറിയാതിരിക്കില്ല. ആ കുഞ്ഞിനെ കുളിപ്പിക്കുന്നുണ്ടെങ്കിൽ അവൾക്കറിയാമല്ലോ. അല്ലെങ്കിൽ തന്നെ ഇവരൊന്നിച്ചല്ലേ താമസം. ഈ സംഭവം നടക്കുന്ന സമയത്ത്, ഈ കുഞ്ഞ് മരിക്കുന്ന സമയത്ത് അമ്മ നാട്ടിലില്ലായിരുന്നു എന്നേ ഉള്ളൂ. അതിനു മുൻപ് അമ്മയും ഈ അമ്മയുടെ പങ്കാളിയും ഒപ്പം തന്നെയായിരുന്നു ഈ കുഞ്ഞിൻ്റെ താമസം. അപ്പോൾ ഈ പങ്കാളി നിരന്തരം ഉപദ്രവിക്കുന്നത് എന്താണെങ്കിലും ഈ അമ്മയ്ക്ക് അറിയാതിരിക്കില്ല. 1.5 വയസ്സുള്ള കുഞ്ഞിൻ്റെ 2 കൈയും ഒരുപോലെ ഒടിയുന്നത് എങ്ങനെയാണ്? ഈ അമ്മ, കുഞ്ഞിൻ്റെ അമ്മയെന്ന് പറയുന്നവൾ പറഞ്ഞിരിക്കുന്നത് കുഞ്ഞ് കളിപ്പാട്ടത്തിൽ നിന്നൊരു സൈക്കിളിൽ നിന്ന് മറിഞ്ഞ് വീണതാണ്, സിറ്റ് ഔട്ടിൽ നിന്നും. വേറെ എങ്ങും പരിക്കുകളൊന്നുമില്ല. അതിൻ്റെ ശരീരത്തിൽ വേറെ എങ്ങും ആ സമയത്ത് മുറിവുകളില്ലായിരുന്നു. ആശുപത്രിയിൽ കൊണ്ടുചെല്ലുമ്പോൾ ഈ 2 കൈകൾ മാത്രമായിരുന്നു ഒടിഞ്ഞിരുന്നതെന്ന് ഈ അമ്മയുടെ അമ്മ, അതായത് ഈ കുഞ്ഞിൻ്റെ, മരണപ്പെട്ട കുഞ്ഞിൻ്റെ മുത്തശ്ശി പറയുന്നുണ്ട്. അവർക്ക് നല്ല രീതിയിൽ സംശയമുണ്ട്, സംശയമല്ല ഉറപ്പുണ്ട്, ഇവൻ ആ കുഞ്ഞിൻ്റെ 2 കൈയും തല്ലി ഒടിച്ചതാണെന്ന്. ഒരു പുഴുത്ത പട്ടിയെപ്പോലെ ഇവനെ ഞാൻ നോക്കുകയുള്ളൂ എന്ന് ഇവൻ ഉറക്കെ റോഡിൽ നിന്ന് ഇവരോട് സംസാരിച്ചിരുന്നതായിട്ടും ഈ മുത്തശ്ശി പറയുന്നുണ്ട്. അവന് ബഹുമാനപ്പെട്ട നീതിപീഠത്തിനോട് അപേക്ഷിക്കുകയാണ്, ഇത്തരം കണ്ണില്ലാത്ത ക്രൂരതകളൊക്കെ ചെയ്യുന്നവന്മാരോട് യാതൊരു വിധത്തിലുള്ള ദാക്ഷിണ്യവും കാണിക്കരുത്, ഒരു വിധത്തിലുള്ള പരിഗണനയും കൊടുക്കരുത്. കഴിഞ്ഞ ദിവസം ഒരു 80 വയസ്സുള്ള സ്ത്രീയെ സ്വർണത്തിന് വേണ്ടിയിട്ട്, അവരുടെ ശരീരത്തിൽ കിടന്ന സ്വർണത്തിന് വേണ്ടിയിട്ട് കൊന്ന് അവർ മരണപ്പെട്ടില്ലായിരുന്നു. അവരുടെ തലക്കടിച്ച് അവർ മരിച്ചു എന്ന് ചിന്തിച്ചുകൊണ്ട് നൂൽ ബന്ധമില്ലാതെ, ശരീരത്തൊരു തുണി പോലും ഇല്ലാതെ ആ സ്ത്രീയെ, ഒരു മനുഷ്യജന്മത്തെ അപമാനിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റത്തെ അപമാനം കൊടുത്തുകൊണ്ടാണ് അവരെ കൊലപ്പെടുത്തിയത്, കായലിൽ കെട്ടിത്താഴ്ത്തത്. അതും അറിയാവുന്ന ഒരാൾ ആ ശരീരത്തിൽ കിടന്ന സ്വർണത്തിന് വേണ്ടി. അവനെയൊക്കെ തെളിവെടുപ്പിന് വേണ്ടിയിട്ട് ആ വീട്ടിലേക്ക്, സംഭവം നടന്ന വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ജനരോഷം സ്വാഭാവികമല്ലേ? ആ കൊല ചെയ്യപ്പെട്ട ആ സ്ത്രീയുടെ മക്കളും ബന്ധുക്കളുമൊക്കെ എന്തെങ്കിലും രോഷത്തോടെ പറഞ്ഞാൽ അത് കേൾക്കണ്ട ഇവനൊക്കെ. അവർക്ക് അവരുടെ ആ ഒരു രോഷം അവനോട് തീർക്കാനുള്ള ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാക്കണമെന്നാണ് ബഹുമാനപ്പെട്ട നീതിപീഠത്തിനോട് പറയാനുള്ളത്. ഇവന്മാരെയുള്ള ആളുകളെ പോലെയുള്ളവരെ ഒന്നും ഒരു കാലത്തും ഒരു നിയമത്തിൻ്റെ പേരിലും ഒരു മനുഷ്യാവകാശത്തിൻ്റെ പേരിലും സംരക്ഷിക്കരുതെന്നാണ് പറയാനുള്ളത്. ഇതിനോടൊപ്പം തന്നെ മറ്റൊരു വാർത്ത കൂടി ഇന്നലെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് ഇതിന് ഒപ്പം തന്നെ പറയുകയാണ്. വന്ദേ ഭാരതിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരു യുവാവിന് നേരിടേണ്ടി വന്ന ഒരു ദുരനുഭവത്തെ പറ്റി വിശദീകരിച്ചു. മറ്റൊന്നുമല്ല, ചില കുട്ടികൾ ഒരു കയ്യും കണക്കുമില്ലാത്ത കുസൃതി കാണിക്കുന്നവരായിരിക്കും. നമുക്കറിയാം നമ്മുടെ കുട്ടികളെ പറ്റി. പുറത്തൊക്കെ കൊണ്ടുപോകുമ്പോൾ മറ്റൊരാൾക്ക് ഉപദ്രവകരമാകുന്ന രീതിയിലേക്ക് അവരുടെ കുസൃതി മാറുമ്പോൾ അത് നിയന്ത്രിക്കേണ്ട ഒരു ബാധ്യത മാതാപിതാക്കൾക്കുണ്ട്. അവരെ അടിക്കണമെന്നോ ഇടിക്കണമെന്നോ ഉപദ്രവിക്കണമെന്നോ തെറി പറയണമെന്നോ അല്ല പറയുന്നത്. കുട്ടികളോട് അതൊന്നും പറയരുത്, കാണിക്കരുത്. പക്ഷേ അവരെ നിയന്ത്രിക്കേണ്ടത് മറ്റ് യാത്രക്കാരുടെ ആവശ്യമാണ്. അവർക്ക് അന്തസ്സായിട്ടുള്ള ഒരു യാത്രയ്ക്ക്, അല്ലെങ്കിൽ സുഖമായിട്ടുള്ള ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നത്. അവരുടെ സമാധാനപരമായിട്ടുള്ള യാത്രയ്ക്കുള്ള അവകാശം അവർക്കുണ്ട്. അത് നിഷേധിക്കുന്നത് തെറ്റാണ്. ഒരു യുവാവ് വന്ദേ ഭാരതിൽ യാത്ര ചെയ്യുകയാണ്. കുറേ നേരം തൊട്ട് സീറ്റിന് പിന്നിൽ ഇടിക്കുന്നു, ചവിട്ടുന്നു. ഇയാളുടെ പുറത്തേക്ക് ഒരു കൊച്ചു വന്നെടുത്ത് ചാടുന്നു. അയാൾ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അതുവരെ മറിച്ചിടുന്നു. അയാൾക്ക് ലാപ്ടോപ്പിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല. വളരെ പരിധിയിൽ കവിഞ്ഞ തരത്തിൽ, സഹിക്കാൻ പറ്റാത്ത രീതിയിൽ ഈ കുഞ്ഞുങ്ങളുടെ കുസൃതി കൂടിയിട്ടും ഈ മാതാപിതാക്കൾ ഒരു അക്ഷരം മിണ്ടുന്നില്ല, കുഞ്ഞുങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നില്ല എന്നതാണ്. അത് തെറ്റാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ആ കുസൃതി കാണിച്ചോട്ടെ എന്ന് വിചാരിക്കേണ്ടത് നമ്മുടെ വീട്ടിലാണ്. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അതൊന്നും സഹിക്കേണ്ട ആവശ്യം മറ്റുള്ളവർക്കില്ല. അല്ലെങ്കിൽ തന്നെ അതൊരു നാണം കെട്ട ശീലമാണ്. കുട്ടികൾക്ക് അങ്ങനെ ഒരു ശീലം കൊടുക്കരുത്. ഒരു പൊതു ഇടത്ത് ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെ മാന്യമായിട്ട് പെരുമാറണം, ഒരു പൊതുഗതാഗത സംവിധാനത്തിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് എങ്ങനെ മറ്റുള്ളവർക്ക് ശല്യമാകാതെ ഇരിക്കണം തുടങ്ങിയ കാര്യങ്ങൾ കുഞ്ഞുങ്ങളെ ശീലിപ്പിച്ചേ മതിയാവൂ. പല സമയത്ത് നമുക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഉച്ചത്തിൽ കിടന്ന് കാറി കൂവുക, ചില ഹോട്ടലുകളിലൊക്കെ ആഹാരം കഴിക്കാൻ ചെല്ലുമ്പോൾ കുട്ടികൾ കിടന്ന് എന്തോ ഒരു ബഹളമാണ്. നമുക്ക് വലിയ രീതിയിലുള്ള അസ്വസ്ഥതയാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ മറ്റുള്ളവരെ കൂടി പരിഗണിച്ചുകൊണ്ട് നിങ്ങളുടെ കുട്ടികളെ നിയന്ത്രിക്കാൻ നിങ്ങൾ ശീലിക്കുക. ചില മാതാപിതാക്കൾ എന്തൊക്കെ കണ്ടാലും മിണ്ടില്ല, കുട്ടികളെ നിയന്ത്രിക്കുന്നില്ല. മറ്റൊരാളെ ഉപദ്രവിച്ചാലും ഇടിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടാലും ചിരിച്ചുകൊണ്ടിരിക്കും, ഒരു രസം പോലെ. മറ്റുള്ളവർക്ക്, ഈ അനുഭവിക്കുന്നവർക്ക് ആ ഒരു രസം തോന്നില്ല. അതുകൂടി മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. ഏതായാലും കുട്ടികളെ ഉണ്ടാക്കുന്നത് അത്ര പാടുള്ള കാര്യമൊന്നുമല്ല. ഞാൻ പച്ച മലയാളത്തിൽ പറയുകയാണ്. കുട്ടികളെ ജനിപ്പിക്കുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എല്ലാവർക്കും തോന്നിയേക്കാം. പക്ഷേ അവരെ വളർത്തിയെടുക്കുന്നതും, നല്ലതായിട്ട് വളർത്തിയെടുക്കുന്നതും, അവരുടെ ശരീരത്തിനും മനസ്സിനും യാതൊരു കേടുപാടുകളും കൂടാതെ സമൂഹത്തിന് പുരോഗതിക്ക് ഉതകുന്ന രീതിയിൽ വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് തന്നെയാണ്. ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയുന്നവർ മാത്രം കുട്ടികളെ ജനിപ്പിക്കുക.